നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ എന്നിവർക്കെതിരായ മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി വിധി പറയുന്നതിനായി 19ലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ മാസം 19-ാം തീയതി തന്നെ വിധി പറയുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. വിധി പകർപ്പ് തയ്യാറാക്കി കഴിഞ്ഞത് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിധി പകർപ്പ് തയ്യാറാക്കി കഴിയാത്തത് കൊണ്ടാണ് ഈ ഡേറ്റ് മാറ്റിവെക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. വിധി പകർപ്പ് തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം 19-ാം തീയതി വിധി പറയും, ഹർജിയിൽ വിധി പറയുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് കോടതി ഈ കാര്യം പറഞ്ഞ ഡേറ്റ് മാറ്റിവെച്ചേക്കുന്നതും. എന്തായാലും തിരുവനന്തപുരം വിജിലൻസ് കോടതി വിധി പറയുന്നതാണ് മാറ്റിയിരിക്കുന്നത്. മാസപ്പടി ലഭിച്ചതിൽ മുഖ്യമന്ത്രിക്കും മകൾ ടി വീണയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന മുൻ ആവശ്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പിന്മാറിയിരുന്നു. കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതി എന്നാണ് മാത്യുവിന്റെ പുതിയ ആവശ്യം. കരിമണൽ ഖനനത്തിനായി CMRL കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിൽ മാത്യു ആരോപിച്ചത്. മുഖ്യമന്ത്രി ടി വീണ എന്നിവർ ഉൾപ്പെടെ 7 പേർക്കെതിരെയാണ് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി. ഈ ഒരു ഹർജി ഫയൽ ചെയ്തിരിക്കുന്നതും 7 പേർക്കാണ്. ടി വീണയുണ്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുണ്ട്, മാത്രമല്ല മറ്റ് അംഗങ്ങളുമുണ്ട്. അങ്ങനെ 7 പേർക്കെതിരെയാണ് മാത്യു കുഴൽനാടന്റെ ഹർജി വരുന്നത്. എന്തായാലും 19-ാം തീയതിയിലേക്ക് ഹർജി മാറ്റുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയിലേക്ക് വരും. അതിന്റെ വിധിപ്പകർപ്പ് അച്ചടിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു വിധി പറയുക. 19-ാം തീയതി ആകുമ്പോഴേക്കും അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം ധാരണയാവും. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുമ്പോൾ വീണ വിജയനായിരിക്കുമോ മാത്യു കുഴൽനാടനായിരിക്കുമോ വിധിയിൽ ആശ്വസിക്കാൻ വകയുണ്ടാവുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്. വിജിലൻസിന്റെ അന്വേഷണം വേണ്ട എന്നായിരുന്നു ഇതുവരെ ആദ്യഘട്ടത്തിൽ വേണമെന്നായിരുന്നുവെങ്കിൽ പിന്നീട് അത് വേണ്ട, അത് കോടതി തന്നെ സ്വയമേ അത് അന്വേഷിച്ചാൽ മതിയെന്നായിരുന്നു ആവശ്യം. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ എന്ന് കോടതി ആവശ്യപ്പെട്ട് പറഞ്ഞപ്പോഴും മാത്യു കുഴൽനാടൻ അവസാനമായി പറഞ്ഞത് കോടതി അത് അന്വേഷിച്ചാൽ മതി എന്നാണ്. എന്തായിരിക്കും കോടതിയുടെ ഒരു വിധി എന്ന് നമുക്ക് കണ്ടറിയാം.